ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലേക്കൊക്കെ ആയോ? ഞങ്ങളും ചെറുതായിട്ട് ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ഉണ്ട്. എനിക്കിങ്ങനെ ഓൾ വീഡിയോസൊക്കെ ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങുക, അതെങ്ങനെയുണ്ടെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്താ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ നമുക്ക് ഓണത്തിന് അല്ലെങ്കിൽ സെറ്റ് സാരി, കേരള സാരി, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സാരീസിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇടാൻ പറ്റുന്ന ബ്ലൗസുകളൊക്കെയാണ് കേട്ടോ. അത് കുറച്ചേ ഉള്ളൂ, എനിക്ക് നല്ലതെന്ന് തോന്നി വളരെ കുറച്ച് ബ്ലൗസുകളാണ് ഞാൻ പ്രാവശ്യം കൊണ്ടുവന്നത്. അത് മീഷോയിൽ നിന്നുണ്ട്, ഫ്ലിപ്കാർട്ടിൽ നിന്നുമുണ്ട്. ഞാൻ ആമസോണിൽ കുറേ നോക്കിയായിരുന്നു, പക്ഷേ എനിക്ക് ഇങ്ങോട്ട് ഡെലിവറി, ഞാൻ ഇഷ്ടപ്പെട്ട് സൈസൊക്കെ കറക്റ്റായിട്ട് വന്നപ്പോൾ എനിക്ക് ഡെലിവറി കിട്ടിയില്ല. അതുകൊണ്ട് ആമസോണിൽ നിന്നൊന്നുമില്ല, മീഷോയിൽ നിന്നാണ് കൂടുതലും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യത്തെ ബ്ലൗസ് നോക്കാം. ആദ്യത്തെ ബ്ലൗസായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു റെഡ് കളർ ബ്ലൗസാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ, നല്ല രസമുണ്ട്. ഇത് മീഷോയിൽ നിന്നാണ് കേട്ടോ. ഇത് മീഷോയിൽ നിന്ന് വാങ്ങിയ ബ്ലൗസാണ്. നല്ല രസമാണ്, ഭയങ്കര ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. അധികം വെയിറ്റ് ഒന്നുമില്ല, നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബ്ലൗസാണ്. പിന്നെ ഇതിനാണെങ്കിൽ നല്ല ഹെവി വർക്കാണ്, എംബ്രോയിഡറി പിന്നെ സീക്വൻസ് വർക്കൊക്കെയാണ് വന്നേക്കണത്. ഇത് ഒരു ഗോൾഡൻ കളർ, കോപ്പർ അല്ല, ഒരു ഗോൾഡൻ കളർ തന്നെയാണ് സീക്വൻസും പിന്നെ അതുപോലെ എംബ്രോയിഡറി വരുന്നത്. ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. കണ്ടില്ല, ഭയങ്കര രസമാണ് കേട്ടോ. ഞാനൊന്ന് ഇങ്ങനെ ഇട്ടൊക്കെ നോക്കിയിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ആക്ച്വലി ഈ കേരള സാരിയുടെ ഒപ്പം നമുക്ക് പെയർ ചെയ്യാം. അതല്ലാതെ ഈ പ്ലെയിൻ സാരികളൊക്കെ ഉണ്ടാവുമല്ലോ, ആ സാരിയുടെ ഒക്കെ ഒപ്പം ഇട്ടിട്ടാണെങ്കിൽ ഇപ്പോൾ ബ്ലാക്കിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇതിന് മാച്ച് ആവുന്ന ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇടാം. ഇപ്പോൾ ഈവൻ ഗോൾഡൻ കളറാണെങ്കിൽ തന്നെ നല്ല രസമായിരിക്കും കേട്ടോ. പ്ലെയിൻ സാരിയൊക്കെ ആകുമ്പോഴത്തേനും ഈ ബ്ലൗസ് ഭയങ്കര നല്ലപോലെ ഇങ്ങനെ എടുത്ത് നിൽക്കും, നല്ല രസം ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിന് സ്ലീവ്ലെസ് അല്ല ആക്ച്വലി, നമുക്ക് വേണമെങ്കിൽ സ്ലീവ് വെക്കാം. അറ്റാച്ച്ഡ് നമുക്ക് സ്ലീവൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, അതിൽ വേറെ എംബ്രോയിഡറി വർക്കൊന്നുമില്ല, വളരെ പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ മെറ്റീരിയൽ ഇതാണ്, ഇപ്പോൾ ശരിക്കും കാണാൻ പറ്റിയത് എന്ത് മെറ്റീരിയലാണ് ഇതിൽ വന്നേക്കുന്നതെന്ന്. ലൈറ്റ് വെയിറ്റ് ആണ്, നമ്മൾ കാണുമ്പോൾ നമ്മുടെ വെൽവെറ്റിൻ്റെ ആ ഒരു ഫാബ്രിക് പോലെ തോന്നും, പക്ഷെ അത് അങ്ങനെയല്ല. ഇതിപ്പോൾ ഇതിൻ്റെ പേര് എനിക്ക് ആക്ച്വലി അറിയത്തില്ല, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇത് പ്ലെയിൻ ആണ് കേട്ടോ. കൈ വേണമെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഇടാം. പിന്നെ സ്റ്റിച്ചിങ് പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല സ്റ്റിച്ചിങ് ആണ്. പിന്നെ ഇത് പാഡഡ് ആണ് വരുന്നത്. പാഡ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ഇവിടെ ഒരു സ്റ്റിച്ചിങ് വന്നിട്ടുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്കതെടുത്ത് കളയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിൽ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല പാഡ് വന്നതുകൊണ്ട്. പിന്നെ ഇതിലാകെ ഒരു ചെറിയൊരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഈ ഒരു സീക്വൻസിൻ്റെ ഈ ഒരു വർക്ക് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് വലിയ പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ ഇതിൻ്റെ ടൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നോട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം നല്ല രസമായിട്ടുള്ള ഈ സംഭവങ്ങൾ വന്നേക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിയിലാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്, പക്ഷെ അതിൽ ഇച്ചിരി ഇങ്ങനെ ത്രെഡൊക്കെ പുറത്തേട്ട് പൊങ്ങി അത് വലിച്ചാൽ പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈവൻ നമുക്കത് ഇഷ്ടമില്ലെങ്കിൽ തന്നെ അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ വാങ്ങണം, ഈ ത്രെഡ് ഹൗസ് പോലുള്ള ഷോപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ പോയിട്ട് നമുക്കിഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ വെക്കാം കേട്ടോ. അപ്പോൾ എന്താണേലും ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിൻ്റെ നെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൈപ്പിംഗ് ആണ് വന്നിട്ടില്ല, പൈപ്പിംഗ് എന്നല്ല ഇതിന് പറയാം. അതെ. പിന്നെ ഇതിൻ്റെ നെക്കിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷേപ്പ് എങ്ങനെ പറയുമെന്നും എനിക്കറിയത്തില്ല. ഈ റൗണ്ട് വന്നിട്ട് ഇങ്ങനെ വി പോലത്തെ സംഭവമില്ലേ, അത് ബാക്ക് റൗണ്ട് നെക്ക് തന്നെയാണ്. നല്ല വൈഡായിട്ടുള്ള നെക്കാണ് ഇതിന് വരുന്നത്. ഫ്രണ്ട് ഇതുപോലെ അത്യാവശ്യം ഒത്തിരി വൈഡല്ല, എന്നാലും നല്ല രീതിക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. ഞാൻ വാങ്ങിയത് മീഡിയം സൈസ്, ഞാൻ സാധാരണ വാങ്ങുന്ന സൈസ് തന്നെയാണ് ഞാൻ വാങ്ങിയത്. പിന്നെ നമ്മൾ ബ്ലൗസ് എടുക്കുമ്പോൾ എപ്പോഴും സൈസ് കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏത് ബ്ലൗസ് എടുത്ത് നമ്മളിപ്പോൾ സാരിയുടെ ഒപ്പം എന്തിൻ്റെ കൂടെ നമ്മൾ ഇട്ടാലും അതൊരു ഭംഗി ഉണ്ടാവില്ല കറക്റ്റ് സൈസിലല്ലെങ്കിൽ. ഈവൻ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ എടുക്കുമ്പോൾ നമുക്കിപ്പോൾ ചിലപ്പോൾ കറക്റ്റ് സൈസ് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ ഓൾട്ടർ ചെയ്ത് നന്നായിട്ട് ഇടണം. ഇപ്പോൾ 34 സൈസ് എടുക്കുന്നവരാണെങ്കിൽ ഒരു 36 ആയാൽ തന്നെ നിങ്ങൾക്ക് എടുത്തിട്ട് ഒന്ന് ഓൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്താണെങ്കിലും കറക്റ്റ് ഫിറ്റായിട്ട് ബ്ലൗസ് കിടക്കണം. ഈവൻ നമ്മൾ ഇപ്പോൾ കുർത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല, നമ്മൾ ഇട്ടിട്ട് പോകാം. പക്ഷെ ബ്ലൗസിൻ്റെ കാര്യത്തിൽ നമ്മൾ കറക്റ്റ് ഫിറ്റായിട്ട് ഇട്ടില്ലെങ്കിൽ അതൊരു ഭംഗിയില്ലാതെ കിടക്കും. അപ്പോൾ ഇപ്പോൾ ഈവൻ നമ്മളിപ്പോൾ ഓൺലൈൻ വാങ്ങിയാൽ തന്നെ നമ്മൾ നന്നായിട്ട് നല്ല ഷേപ്പ് ചെയ്ത് ഇടണം കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ റേറ്റ്, ഇനി ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അത്ര വിലക്കുറവിലാണ് നമുക്ക് കിട്ടിയത്. 269 269 ആണ് ഇതിൻ്റെ റേറ്റ്. കാരണം ഈ റേറ്റിൽ നമുക്ക് എന്തായാലും പുറത്ത് പോയിട്ട് ഒരു ഷോപ്പിൽ നിന്ന് ഈ ഒരു ഇത് കിട്ടത്തില്ല, എന്തായാലും കിട്ടത്തില്ല. ഈവൻ നമുക്കിപ്പോൾ കേരള സാരിയുടെ കൂടെ ഇട്ടില്ല, വേറെ സാരികളുടെ ഒന്നും കൂടെ ഇട്ടില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു സ്കേർട്ടിട്ട് ഏതെങ്കിലും ഒരു സ്കേർട്ട്, ഇപ്പോൾ ഈ കളറാണെങ്കിലും നല്ലതാണ്, ഗോൾഡൻ ഇട്ടാൽ നല്ലതാണ്, ഇതിന് മാച്ച് ആവുന്ന ഏത് കളറെങ്കിലും ഇട്ടിട്ട് അതുപോലെ വേണമെങ്കിൽ ഒരു ഷോളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ട് തന്നെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇപ്പോൾ സ്റ്റിച്ചിങ് ആണെങ്കിലും ഫിറ്റിംഗ് ആണെങ്കിലും എല്ലാം നമ്മൾ ഇപ്പോൾ ഈ റേറ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര അഫോർഡബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഹുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് ഓപ്പൺ ആണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇതിപ്പോൾ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയാണ് കേട്ടോ ഓപ്പൺ ചെയ്യണത്. അതായത് ഇച്ചിരി ടൈറ്റാണ്, ഇച്ചിരി ടൈറ്റാണ് കേട്ടോ എടുക്കാനായിട്ട്. ഹുക്ക് എന്തായാലും ഇത് ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് പിക്ചറിൽ കാണുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ലൈനിങ് മെറ്റീരിയലാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, നല്ല മെറ്റീരിയലൊക്കെയാണ് വന്നേക്കുന്നത്. മൊത്തത്തിൽ സ്റ്റിച്ചിങ് ഒക്കെ ആണെങ്കിലും നല്ല രസമുണ്ട്. നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ പാകത്തിന് ഒന്നുമില്ല, നല്ല രസമുണ്ട്. കണ്ടോ, ഇത് വേണമെങ്കിൽ ഇതെടുക്കാം. പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ 6 കളേഴ്സാണ് അവൈലബിൾ. എന്നുവെച്ചാൽ 6 കളേഴ്സിൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗണോ, എനിക്ക് തോന്നുന്നു അതിൽ റെഡ് തന്നെയാണ് കൊടുത്തേക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അതാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ നമുക്ക് വേറെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ, അപ്പം നമ്മുടെ സെക്കൻഡ് ബ്ലൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഹെവിയാണ്. നമ്മുടെ ആദ്യത്തെ പോലെ തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള ബ്ലൗസാണ്. ഇതിലും സീക്വൻസ് വർക്ക് തന്നെയാണ് വരുന്നത്, ഗോൾഡൻ കളർ തന്നെ. ഇത് ബ്ലൂ കളറാണ് കേട്ടോ. നല്ല ബ്ലൂ കളർ, നല്ല റോയൽ ബ്ലൂ കളറാണ് ഇതിന് വരുന്നത്. ആക്ച്വലി ഇത് ഇതിന് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പിക്ചറിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇത് ഷോർട്ട് സ്ലീവ് ആയിട്ടാണ് അതിൽ കിടന്നത്. ഞാൻ ഓർത്തത് ഈ സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്താണ് ഇങ്ങനെ വരുന്നതെന്ന് ഓർത്തത്. പക്ഷേ സ്ലീവ്ലെസ് ആയിട്ടാണ് കയ്യിൽ കിട്ടിയത്. എനിക്ക് സ്ലീവ്ലെസ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്ലീവ്ലെസ് തന്നെയായിട്ട് ഇടാനാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടല്ല, ഇങ്ങനെയാണ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തല്ല വന്നേക്കുന്നത് കേട്ടോ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്ലൗസിൽ നമ്മുടെ പിക്ചറിൽ വന്നേക്കണം ഈ ബ്ലൗസിൻ്റെ അതേ ഡിസൈനും എംബ്രോയിഡറി എല്ലാം ഇതിൽ ഈ സ്ലീവിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇതിലില്ല. ചില പ്ലെയിൻ ഇത് ഫാബ്രിക് തന്നെയാണ് വന്നേക്കണത്. ഇതിൽ വേറെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മൾ പിക്ചർ കണ്ടിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും. നിങ്ങൾ സ്ലീവ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈവൻ എനിക്കെന്ന് പറഞ്ഞാൽ സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്കത് പ്രശ്നമില്ല. എനിക്കിപ്പോൾ കൈ ഇപ്പം എങ്ങനെയാണെങ്കിലും എനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ സ്ലീവ് അങ്ങോട്ട് നോക്കിയിട്ട് ഹാഫ് സ്ലീവ് അത് ആ പിക്ചറിൽ കാണുമ്പോൾ തന്നെ കൈ കിട്ടുമെന്ന് ഓർത്തിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. ഇത് സിമ്പിളായിട്ടുള്ളൊരു സ്ലീവാണ്. പിന്നെ ഒത്തിരി ഇറക്കമൊന്നുമില്ല, ഇല്ലെന്ന് എനിക്ക് തോന്നുന്നേ. ഇത്രേ ഉള്ളൂ, കണ്ടില്ലേ. പിന്നെ കയ്യിലും പ്രത്യേകിച്ച് യാതൊരു ഇതുമില്ല കേട്ടോ, വെറുതെ പൈപ്പിങ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ആണെങ്കിലും സ്റ്റിച്ചിങ്ങോ ഒന്നും പറയാനില്ല. ഇതും പാഡഡ് തന്നെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിലാണെങ്കിൽ വേറെ എവിടെ ഒന്നും ഓവർലാപ്പ് ചെയ്തിട്ടോ ഒരു ഡിഫക്റ്റ് ഒന്നും പറയാനില്ല. നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ സാരിയുടെ ഒപ്പം നല്ല നമുക്ക് വേണമെങ്കിൽ സ്കേർട്ടിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്ത് നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. നല്ല കളറാണ് ഇതിൻ്റെ, നല്ല റോയൽ ബ്ലൂ കളറാണ്. പിന്നെ ഇതിൻ്റെ നോട്ട് വന്നിട്ട് വെറുതെ സാധായാണ് കേട്ടോ. സാധാ നമ്മൾ ഈ ഒരു ക്ലോത്ത് കൊണ്ട് തന്നെ വെച്ചേക്കുന്നതാണിത്. പിന്നെ ഇതിൻ്റെ ഈ എൻഡിങ്സ് ഇതൊക്കെ. ഇനി ഇതിൻ്റെ നെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണിച്ച പോലത്തെ അതേപോലത്തെ നെക്ക് തന്നെയാണ്. അല്ല, വീനെക്കാണ് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വൈഡായിട്ടുള്ള നെക്കാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹുക്കാണേലും ഇതുപോലെയാണ് ഹുക്ക് വന്നേക്കുന്നത്. എല്ലാം നല്ലതാണ്. ഇങ്ങനെ സ്റ്റിച്ചിങ് ആണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും പറയാനില്ല. പിന്നെ മെറ്റീരിയൽ ആണെങ്കിലും ഈ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ക്ലോസപ്പ് കാണിച്ചില്ലല്ലേ, നോക്കിക്കോ. ഇങ്ങനെയാണ് കേട്ടോ വന്നത്. വേറെ എംബ്രോയിഡറി ഒന്നും അങ്ങനെ പൊങ്ങി നിൽക്കണോ അങ്ങനെയൊന്നുമില്ല. നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത് മൊത്തം. ഈ സൈഡിലേക്ക് ആണെങ്കിൽ ഇതുപോലെ പൈപ്പിങ് തന്നെയാണ് വന്നേക്കണേ, വേറെ കളറൊന്നുമില്ല. കണ്ടോ,
നല്ല രസമുണ്ട് കേട്ടോ. ഇത് നമുക്ക് വേറെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം. ഇപ്പോൾ സാരിയുടെ ഒപ്പം തന്നെ വേണമെന്നൊന്നുമില്ല, നല്ല രസമുണ്ട്. ഇതും ശരിക്കും ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് റെഡും ഗ്രീനും എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. എത്ര കളർ ഉണ്ടെന്ന് ചോദിച്ചാൽ 9 കളേഴ്സ് ഉണ്ട് കേട്ടോ. 9 കളറുണ്ട് ഇതിൻ്റെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഇതെന്തായാലും നല്ല രസമുണ്ട്. നല്ല റോയൽ ബ്ലൂ കളറാണ്, നല്ല ഭംഗിയുള്ള ബ്ലൂ കളറ്. എനിക്ക് ബ്ലൂ കളർ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. സ്റ്റിച്ചിങ് ഒക്കെ വേണമെങ്കിൽ നന്നായിട്ട് നോക്കിക്കോ. അപ്പോൾ നമ്മൾ കാണുന്നതിനേക്കാളും പിക്ചറിൽ കാണുന്നതിനേക്കാളും ഇതൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞതൊക്കെയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ബ്ലൗസ് ഏതാണെന്ന് നോക്കാം. സോറി, ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല അല്ലേ. ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിയത് 336 336 ഇതായിരുന്നു അതിൻ്റെ റേറ്റ്. 336 എന്ന് പറഞ്ഞ റേറ്റിൽ നമുക്ക് എന്തായാലും ഇത് അഫോർഡബിൾ തന്നെയാണ്. നമുക്ക് വേറെ ഡൗട്ടൊന്നുമില്ല. ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. വൃത്തിയായിട്ടുള്ള ഒരു ബ്ലൗസാണ് കേട്ടോ ഇത് ഈവൻ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഏതൊരു പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമ്മുടെ നെക്സ്റ്റ് ബ്ലൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സോറി, ഇതും മീഷോയിൽ നിന്ന് തന്നെ എടുത്തതാണ് കേട്ടോ. ഇത് മീഷോ ബ്ലൗസാണിത്. അപ്പോൾ ഇനി അടുത്തതും ഒരു മീഷോ ബ്ലൗസ് തന്നെയാണ്. ഇതും ഒരു ഗ്രീൻ കളറാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കണ്ടുവരുന്ന സാധാരണ ഒരു ബ്ലൗസാണ് കേട്ടോ ഇത്. പക്ഷേ ഇതിൽ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ ഞാൻ ശരിക്കും കാണിച്ചു തരാം. നല്ല മെറ്റീരിയലാണ് വരുന്നത്. ഇതുപോലെ ഇങ്ങനെയാണ് ഈ ഗോൾഡൻ കളർ ഡിസൈൻ. ഇതുപോലത്തെ ഡിസൈനാണ് ഓവറോൾ വരുന്നത്. വേറെ മാറ്റങ്ങളൊന്നുമില്ല, ഇത് തന്നെ വരുന്നത്. പിന്നെ ഇതും ബാക്ക് ഓപ്പൺ തന്നെയാണ്. ഞാനിപ്പോൾ കാണിച്ച 2 എണ്ണവും ബാക്ക് ഓപ്പൺ ആണ്. ഇതും ബാക്ക് ഓപ്പൺ തന്നെയാണ് വരുന്നത്. അയ്യോ സോറി, ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ. സോറി ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത്. ആദ്യത്തെ 2 ബാക്ക് ഓപ്പൺ ആണ്. ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് ഈ ഫ്രണ്ട് ഇത്രയും കയറി വന്നത് കേട്ടോ. ഇതിൻ്റെ ഹുക്ക് ഇതുപോലെയാണ് വരുന്നത്. ഇത്രയും ഹുക്ക് വരുന്നുണ്ട്, കണ്ടില്ലേ? 1 2 3 ഒത്തിരി ഉണ്ട്, കുറേ ഉണ്ട്. പിന്നെ ഇതും പാഡഡ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നല്ല മെറ്റീരിയലാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേന് നമുക്ക് നല്ല മെറ്റീരിയലായിട്ടും അതുപോലെ ഭയങ്കര വെർത്തായിട്ടും നമുക്ക് തോന്നുന്നുണ്ട്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടും നമുക്ക് എന്തായാലും ആ ഒരു റേറ്റ് ഇതിൻ്റെയൊക്കെ റേറ്റ് ആയിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇത് ഭയങ്കര വെർത്തിയാണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും നല്ല രസമുണ്ട്. പിന്നെ ലൈനിങ് ആണെങ്കിലും അത്യാവശ്യം നല്ല ലൈനിങ് ആണ് വരുന്നത്. പിന്നത്തെ കാര്യം ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെ ലെങ്ത് ഉള്ള സ്ലീവാണ്. ആദ്യത്തെ 2 ഞാൻ സ്ലീവ്ലെസ്സും അറ്റാച്ച്ഡ് ആയിട്ടാണ് സ്ലീവ് വന്നത്. ഇത്രയും ലെങ്ത് ഉള്ളതാണ്. അപ്പം നമുക്ക് സാധാരണ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഇടുന്ന കേരള സാരിയുടെ ഒക്കെ ഒപ്പം അടിപൊളിയായിട്ട് നമുക്ക് നിൽക്കും. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗോൾഡൻ വർക്ക് ഉണ്ടല്ലോ, ഈ ഗോൾഡൻ വർക്കിൽ നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ഗോൾഡൻ ത്രെഡ് അല്ല. അത് ഞാൻ എവിടെ കാണിച്ചിരുന്നു എനിക്കറിയില്ല. കുറച്ചിങ്ങനെ ഷൈനിങ് ആയിട്ടുള്ള ഗ്ലിറ്ററി ആയിട്ടുള്ള ത്രെഡില്ലേ, അതാണ് ഇതിൽ വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് ഇച്ചിരി ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഈ ഒരു ഡിസൈൻ. പിന്നെ ഇത് മൊത്തത്തിൽ ഇത്രയൊക്കെ തന്നെ ഇതിൽ കാണിക്കാനുള്ളൂ. നല്ല രസമുണ്ട്. പിന്നെ നോട്ടാണെങ്കിലും ഈ ടൈ വന്നിട്ട് സാധാരണ ഇതിൻ്റെ ഈ ഒരു പീസ് കൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, ഇത് ഇത്രയൊക്കെ തന്നെ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 249 249 ആണ് ഇതിൻ്റെ റേറ്റ്. 249 നമുക്ക് എന്തായാലും നമ്മളിത് പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ തുണി വാങ്ങാനായിട്ട് അല്ലെങ്കിൽ തുണി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ലൈനിങ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യം കൊണ്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാനായിട്ട് കൊടുത്ത് നമുക്കിപ്പോൾ കൊടുക്കും. എന്തായാലും ഈ ഒരു 250 രൂപയ്ക്കൊന്നും നമുക്ക് ഈ ഒരു ബ്ലൗസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, മൊത്തത്തിൽ ഇപ്പോൾ സ്റ്റിച്ചിങ് ആണെങ്കിലും ഈ ഒരു ഫാബ്രിക് ആണെങ്കിലും ലൈനിങ്ങിൻ്റെ തുണിയാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ഇതാണ്. പിന്നെ നമുക്ക് ആകെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൈസ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം. സൈസ് ഇപ്പോൾ ഈവൻ നമുക്ക് കുറച്ച് ലൂസൊക്കെ ആണെങ്കിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ഓൾട്ടർ ചെയ്ത് നമ്മുടെ ഷേപ്പിൽ നല്ല കറക്റ്റ് ഫിറ്റായിട്ട് കിടക്കണം. അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല സാരി ഉടുക്കുമ്പോൾ.
അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമ്മുടെ നെക്സ്റ്റ് ബ്ലൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഇത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ബ്ലൗസ്, അത്യാവശ്യം ആൾക്കാരൊക്കെ വാങ്ങിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കുറച്ചിങ്ങനെ നെക്ക് കയറിയിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ. ഇത് നമുക്ക് കൂടുതലും സാരീനേക്കാളും കൂടുതൽ സ്കേർട്ടിനൊക്കെ ഒപ്പം ചിലപ്പോൾ ചേരും. സ്കേർട്ട് ഇപ്പോൾ കുറച്ചിങ്ങനെ നമുക്ക് സ്കേർട്ടൊക്കെ ഇറക്കിയിടാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇതിട്ട് സ്കേർട്ട് ഇട്ട് വേണമെങ്കിൽ ഒരു ഷോളൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതും നല്ല മെറ്റീരിയലാണ് കേട്ടോ, നല്ല മെറ്റീരിയലാണ്, നല്ല ഗ്രീൻ കളറാണ്. ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ ഗ്രീൻ എടുത്ത് ഈ ഒരൊറ്റ ഗ്രീനുള്ളൂ, വേറെ ഗ്രീനിൻ്റെ തന്നെ പല ഓപ്ഷനൊന്നുമില്ല. ഈ ഒരൊറ്റ ഗ്രീനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഈ ഒരു ഫ്ലവർ വന്നേക്കണേ, ഇത് ഇത്തിരി ഇത് ഞാൻ ആദ്യം കാണിച്ച ഈ ഒരു ഗ്രീൻ കളറില്ലേ, ഇതിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. എന്നുവെച്ചാൽ കുറച്ചിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്, ഇങ്ങനെ ഷൈനിങ് ഉള്ള ടൈപ്പ് ത്രെഡാണ് ഇതിൻ്റെ വന്നേക്കുന്നത്. ഞാൻ എവിടെയെങ്കിലും ത്രെഡ് കാണാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടോ. ഓക്കെ, ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ കാണുന്നുണ്ടോ, കുറച്ചിങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെയാണ് കേട്ടോ. കാരണം ഇതൊന്നും നമുക്ക് പിക്ചറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് സിൽക്കാണ് എന്ത് മെറ്റീരിയൽ ആണെന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തേക്കൂടെ ബ്ലാക്ക് കളറിൽ ചെറിയ ചെറിയ ഡിസൈൻ ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല. ഒന്നാമത് ഗ്രീനും കൂടെ ആയതുകൊണ്ട് അതൊന്നും ഒട്ടും തന്നെ അറിയത്തില്ല. നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ നെക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരി കയറിയിട്ടുള്ള നെക്കാണ് ഇതിൻ്റെ വരുന്നത്. ഇതും ബാക്ക് ഓപ്പൺ തന്നെയാണ്. അപ്പോൾ ഇങ്ങനല്ലേ ഇതിൻ്റെ ഹുക്കുണ്ടല്ലോ, ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിങ്ങനെ തുന്നി വയ്ക്കില്ലേ, അതുപോലത്തെ ഹുക്കാണ് കേട്ടോ ഇതിൽ വരുന്നത്. മറ്റേ ആദ്യത്തെ ഞാൻ കാണിച്ചത് ഇതുപോലെയല്ലേ, ഇപ്പോൾ എല്ലാത്തിനും ഞാൻ കാണിച്ചത് ഇതുപോലെയായിരുന്നു. പക്ഷേ ഇതിൻ്റെ മാത്രം കുറച്ച് ഇതുപോലെ ഈ ഒരു മോഡലിലാണ് ഇതിൻ്റെ ഹുക്ക് വരുന്നത്. കാണാൻ പറ്റുമോ? ഓക്കെ. അപ്പോൾ പിന്നെ ഇതിൻ്റെ റേറ്റ് ഒക്കെ ഇവർ പറഞ്ഞേക്കുന്നത് ഇതിൽ 2000 ഒക്കെയാണ് റേറ്റ് വന്നേക്കുന്നത്. അത്രത്തിനുള്ളതൊന്നുമില്ല. എന്താണെങ്കിലും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്താണ്. ഇതിന് 309 രൂപ അല്ലെങ്കിൽ 310 നോക്കിയാണ് എനിക്ക് കിട്ടിയത്. 309 രൂപയ്ക്കാണ്. അപ്പോൾ 310 രൂപയ്ക്ക് അല്ലെങ്കിൽ 300 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്ലൗസാണ്. ഇതിൻ്റെ നല്ല മെറ്റീരിയലാണ്. ലൈനിങ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ലൈനിങ് ആണ് കേട്ടോ ഇതിൽ വന്നേക്കുന്നത്. പിന്നത്തെ കാര്യം, ഇതിൽ പാഡഡ് അല്ല, ഇത് പാഡഡ് ആയിട്ടല്ല വന്നേക്കുന്നത് കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ കാണിച്ചത് അതിൽ പാഡ് ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാം. ഇതിലെന്തായാലും വന്നിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ഒരു മോഡലാണ് ഇത്. ഇത് നല്ല രസമുണ്ട്. ഇതിൻ്റെ കളേഴ്സ് ഒത്തിരി അവൈലബിൾ ആണ്. ഫിറ്റിംഗ് ഒക്കെ ആണെങ്കിലും നല്ല ഫിറ്റിംഗ് ആണ്. സ്റ്റിച്ചിങ് ആണ് എടുത്തു പറയേണ്ടത്. ഇതിൻ്റെ എല്ലാം നല്ല സ്റ്റിച്ചിങ് ആണ് വരുന്നത്. എനിക്ക് തോന്നണേ ഇത് മീഷോയിലും ഇത് അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നണേ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ സൈസിലോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കളറോ അങ്ങനെ എന്തെങ്കിലും കിട്ടാത്തതുകൊണ്ടായിരിക്കും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇതെടുത്തത്. അപ്പം ഞാനിതെല്ലാം കമ്പയർ ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ ആമസോണും ഫ്ലിപ്കാർട്ട്, ആമസോൺ, പിന്നെ അതുപോലെ തന്നെ മീഷോ ഇതെല്ലാം നോക്കിയായിരുന്നു. അപ്പം എനിക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് തോന്നിയതിൽ 2-3 എണ്ണമാണ് ഞാനിത് കാണിച്ചേക്കുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചേക്കുന്നത് കേട്ടോ. ഇതും നല്ല രസമുണ്ട്. ഇത് അത്യാവശ്യം ഒരു ചെറിയ വെയിറ്റ് ഒക്കെ തോന്നുന്നുണ്ട്. നല്ല സ്റ്റിച്ചിങ്ങും നീറ്റ് ലുക്കാണ് കേട്ടോ. നീറ്റായിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പം എല്ലാം അങ്ങനെയാണ്. എല്ലാത്തിലും ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. എല്ലാം വിത്ത് ലൈനിങ് ആണ് വരുന്നത്. പിന്നെ ഇതിന് വേറെ നോട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. ബാക്കി എല്ലാത്തിനും ഉണ്ടായിരുന്നു വൈഡ് നെക്കായതുകൊണ്ട്. ഇത് ഇങ്ങനെ കയറിയിട്ടുള്ള നെക്കാണ്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബ്ലൗസ് എല്ലാം. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇത് ഭയങ്കര കംഫോർട്ടബിൾ ആട്ടോ നമുക്ക് ഇടാനായിട്ട്. ബാക്കി എല്ലാത്തിനും നെക്കൊക്കെ കുറച്ച് വൈഡ് ആയതുകൊണ്ട് നമുക്ക് കുറേ നേരം കഴിയുമ്പോൾ ഇട്ടിട്ടൊക്കെ പോകുമ്പോഴത്തേനും എങ്ങനെയാവും, കുറച്ച് കംഫോർട്ടബിൾ ആയിരിക്കും എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. കണ്ടോ, ഈ നെക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വൈഡാണ്. ഈ ആദ്യം കാണിച്ച ഗ്രീൻ കളറ് എല്ലാ ബ്ലൗസിൻ്റെയും നെക്ക് നല്ലപോലെ വൈഡാണ്. അതൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. ഇത്
എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അല്ല, എല്ലാം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊക്കെ നല്ല ക്ലോത്താണ്, നല്ല മെറ്റീരിയലാണ് ഇത് വന്നത്. ഇതൊക്കെ 300 രൂപയ്ക്ക് അല്ലെങ്കിൽ 310 രൂപ 309 രൂപയ്ക്കൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ അഫോർഡബിൾ ആയിട്ടുള്ള ബ്ലൗസാണ്. അപ്പോൾ ഇതിലേത് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ വാങ്ങിക്കും കേട്ടോ. ഇതിൻ്റെ കാര്യം മാത്രം, സ്ലീവ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഒന്നിനും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി ഇതിൽ വെക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് വേറെ എന്തിൻ്റെ, ഇപ്പോൾ സാരിയുടെ കൂടെ തന്നെ പെയർ ചെയ്യണമെന്നൊന്നുമില്ല, എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.